ഇന്നത്തെ കൺട്രി സൈഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. വയനാട് ജില്ലയിലെ പനമരം. കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മകൾ മാത്രമായി മാറുന്ന ചില നന്മകൾ ഇപ്പോഴും അവശേഷിക്കുന്ന ഇടമാണിത്. നീർപക്ഷികളുടെ പ്രത്യേകിച്ചും കൊക്കുകളുടെ ഒരു താവളമാണ് പനമരം. പനമരത്തും പരിസര പ്രദേശങ്ങളിലും ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഈ നെൽപ്പാടങ്ങൾ തന്നെയാണ് പനമരത്തെ കൊക്കുകളുടെ താവളമാക്കി മാറ്റുന്നത്. നാലുപാടും പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ തുരുത്താണ് പക്ഷികളുടെ താവളം. 100-ലേറെ നീർപക്ഷികളുടെ ആവാസ കേന്ദ്രമാണിത്. 14-ലേറെ വിഭാഗം കൊക്കുകൾ തന്നെ ഇവിടെ കാണപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അരിവാൾ കൊക്കുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവിടെയാണ്. കേരളത്തിൽ കാലിമുണ്ടി പക്ഷികളുടെ പ്രജനനം രേഖപ്പെടുത്തിയത് ഇവിടെ പനമരത്ത് മാത്രമാണ്. പാതിരാക്കൊക്ക്, പെരുമുണ്ടി, ചായമുണ്ടി, ചിന്നമുണ്ടി, ചെറുമുണ്ടി, ചൂടൻ എരണ്ട തുടങ്ങിയ വിവിധ ഇനം പക്ഷികൾ പനമരത്ത് ധാരാളമായി കാണപ്പെടുന്നു. വയലും പുഴയും കിളികളുമെല്ലാം കവിതകളിൽ മാത്രം ആസ്വദിക്കേണ്ടി വരുന്ന ഇക്കാലത്ത് ആ നനവും കുളിരും ആസ്വദിക്കാൻ ഇവിടെ എത്തിയാൽ മതി. പക്ഷികളുടെ ഈ ഉദ്യാനം എത്ര നാൾ ഇവിടെ അവശേഷിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. കാർഷിക സംസ്കാരത്തെ ഈ നാട് എത്ര നാൾ നെഞ്ചേറ്റുമെന്ന് നമുക്ക് പ്രവചിക്കാനുമാവില്ല. ഏതായിരുന്നാലും ഇന്നത്തെ കൺട്രി സൈഡിലെ കാഴ്ചകൾ അവസാനിക്കുന്നു. വീണ്ടും കാണാം മറ്റൊരിടത്ത് വെച്ച്.